ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജിഷ, നിച്ചു ആൻഡ് നിത്തുവിൻ്റെ അമ്മയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നിത്തു എന്ന് വിളിക്കുന്ന നിതാര മോളുടെ 4th ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. വലിയ രീതിയിൽ ഗ്രാൻഡായിട്ടൊന്നും അല്ലെങ്കിൽ പോലും ചെറുതായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ എല്ലാം നിത്തുമോൾക്ക് വലിയ ഇഷ്ടമാണ്. അവർക്ക് തിരിച്ചും അവളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോളുടെ ബർത്ത്ഡേക്ക് ട്യൂഷൻ ക്ലാസ്സിലെ ഏട്ടന്മാരെയും ചേച്ചിമാരെയും അംഗനവാടിയിലെ ഫ്രണ്ട്സിനെയും എല്ലാം വിളിച്ച് കേക്ക് കട്ട് ചെയ്യണമെന്ന് മോള് പറയാറുണ്ട്. അവളുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാ കുട്ടികളെയും ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. മോൾക്ക് ആദ്യം കേക്ക് കൊടുത്തതിന് ശേഷം മോളുടെ കൈ കൊണ്ട് തന്നെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കേക്ക് കൊടുത്തു. ആദ്യം മോള് കൊടുത്തത് മോളുടെ അംഗനവാടി ഫ്രണ്ടായ പാറു എന്ന് വിളിക്കുന്ന ദുർഗക്കുട്ടിക്കാണ്. അതിനുശേഷം ദർശിത്തിന് കൊടുത്തു, പിന്നെ ശ്രീനിഷയ്ക്ക് കൊടുത്തു, പിന്നെ ശ്രീനിഹയ്ക്ക് കൊടുത്തു, നിശ്ചയ്ക്ക് കൊടുത്തു, നവികയ്ക്ക് കൊടുത്തു. ഇത്രയും പേർക്ക് കൊടുക്കുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ കേക്ക് കഴിഞ്ഞു. പിന്നെ വീണ്ടും ഞാനൊരു പീസ് കട്ട് ചെയ്ത് മോളുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളവർക്കും കൂടെ അതുപോലെ കൊടുക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ മോളായ ശ്രദ്ധയ്ക്ക് കൊടുത്തു. അവൾ തിരിച്ച് മോൾക്ക് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ആകർഷിന് കൊടുത്തു, പ്രജ്വലിന് കൊടുത്തു, പ്രജ്വൽ തിരിച്ച് മോൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് സഞ്ജുവിന് കൊടുത്തു. അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും തിരിച്ച് മോൾക്കും കൊടുത്തു. എല്ലാവരും ഹാപ്പി. ഇനി മോളുടെ അച്ഛനും അമ്മച്ചനും പിന്നെ അമ്മമ്മ, അങ്ങനെ കുറച്ച് വലിയ ആൾക്കാർ കൂടെ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. ഇനി അവർക്ക് കൂടെ കേക്ക് കൊടുക്കണം. അവർ തിരിച്ച് മോൾക്കും കേക്ക് കൊടുക്കണം. അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ മോളുടെ അമ്മച്ചൻ കേക്ക് കൊടുത്തു, അച്ഛൻ കേക്ക് കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ചേച്ചി, അതായത് മോളുടെ വല്യമ്മ കൊടുക്കുന്നു. ഇതെൻ്റെ അമ്മ, മോളുടെ അമ്മമ്മയാണ് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ചേച്ചിയുടെ മോനാണ് സായികൃഷ്ണ, അവൻ കൊടുത്തു. പാറുക്കുട്ടിയുടെ അച്ഛമ്മയാണത്. അപ്പോൾ പാറുക്കുട്ടിയുടെ അച്ഛമ്മ കൊടുത്തു. അങ്ങനെ അവിടെ ഉള്ള എല്ലാ ആൾക്കാരും മോക്കും കൊടുത്തു. മോള് തിരിച്ച് അവർക്കും കൊടുത്തു. ഇതിനിടയ്ക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന കാര്യം കുട്ടികൾ മറന്നു. ആരും ഇടയിൽ ചോദിച്ച് ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് എടുക്കാനായിട്ട് ഓടി. ആദ്യം ഗിഫ്റ്റ് കൊടുക്കുന്നത് ചേച്ചിയുടെ മോളാണ്. പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നത് പ്രജ്വൽ, സഞ്ജുവൽ. പ്രജ്വലിനെ മോൾക്ക് ഭയങ്കര കാര്യമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൊടുക്കുന്നത് ആദിദേവ്, ഇവനായിട്ടും അവൾ നല്ല കമ്പനിയാണ്. പിന്നെ കൊടുക്കുന്നത് ആകർഷാണ്. അവൻ കുറച്ച് സൈലൻ്റാണ്, എന്നാലും അവൾക്ക് ഇഷ്ടമാണ്. ഇത് ശ്രീനിഷ, നിതാര മോളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഇത് നവിക, പിന്നെ ഇത് ശ്രീനിഹ. അടുത്ത ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ദക്ഷിത്ത്. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗിഫ്റ്റ് നിതാരയുടെ സ്വന്തം നിച്ചുവേട്ടൻ. ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം എല്ലാവരും കേക്ക് കഴിച്ചു. പിന്നെ ഞാൻ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുക്കാനായിട്ട് പോയി. ഗീ റൈസ്, ചിക്കൻ കറി, സാലഡ്, പായസം എന്നിവ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികളൊക്കെ ട്യൂഷൻ ക്ലാസ്സിൽ ഇരുന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഇതിനിടയ്ക്ക് നിതാര മോള് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്തു കളി തുടങ്ങി. പിന്നെ ഞാൻ കുട്ടികളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവരും കുറച്ച് നേരം കളിച്ച് തിരിച്ചു പോയി. മാർച്ച് 15 സൺഡേ ആയതുകൊണ്ട് തന്നെ മൺഡേ അംഗൻവാടിയിലും പോയി കേക്ക് കട്ട് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ പുതിയ പട്ടുപ്പാവടയൊക്കെ ഇട്ട് അംഗൻവാടിയിലേക്ക് പോകാൻ ആൾ റെഡിയായി. ഫോട്ടോസ് എടുക്കാൻ മോൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കേക്ക് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ബോക്സിലാക്കിയിട്ടാണ് അംഗൻവാടിയിലേക്ക് പോയത്. പിന്നെ ഒരു ചെറിയ ബോക്സിൽ കുറച്ച് ചോക്ലേറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ അംഗൻവാടിയിലെത്തി. അവിടെ ചെന്ന് ആദ്യം തന്നെ അവരുടെ പ്രാർത്ഥനയാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണവും വൈവിധ്യപൂർണമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മോളെല്ലാവർക്കും ചോക്ലേറ്റ് കൊടുത്തു.
ചോക്ലേറ്റ് കൊടുക്കുന്ന വീഡിയോ മുഴുവനായി എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കേക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് കേക്ക് കൊടുക്കാൻ വയ്യ. അവൾക്ക് ഭയങ്കര നാണക്കേട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അത് കുഴപ്പമില്ല, എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കേക്കിൻ്റെ ബോക്സ് എടുത്ത് ഒരു ചെയറിൽ വെച്ചു. കുട്ടികളെല്ലാവരും എടുത്ത് കഴിക്കാൻ തുടങ്ങി. നിതാര മോൾക്ക് കേക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, ബാലൻസ് വന്ന കുറച്ച് ചോക്ലേറ്റ് അവളുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സും കുട്ടികളും സന്തോഷത്തോടെ കേക്കൊക്കെ കഴിച്ചു. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. കുട്ടികളെയെല്ലാം ഒന്നുകൂടെ വീഡിയോ എടുക്കാനായിട്ട് ടീച്ചർ ലൈനായിട്ട് നിർത്തി. എന്നിട്ട് എല്ലാവരും കൂടെ നിതാര മോൾക്ക് ഒന്നുകൂടെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചു. അവൾ ഹാപ്പിയായി. അതാണ് എനിക്കും വേണ്ടത്. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മോൾ എനിക്ക് ടാറ്റ കാണിച്ചു, ബായ് പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. താങ്ക്